ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. എന്തായിരുന്നു ചാപ്റ്റർ? എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതിൽ ഹീറ്റിംഗ് എഫക്റ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുൻപ് എനിക്കൊരു എക്സ്പീരിയൻസാണ് ഞാൻ പറയാൻ പോകുന്നത്. പണ്ട് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ബസ്സിലിങ്ങനെ പോകുമ്പോൾ സ്കൂളിൻ്റെ ഒക്കെ അടുത്തെത്തുമ്പോൾ ഹമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ബസ്സിൽ ഇങ്ങനെ കുലുങ്ങും. എനിക്ക് നല്ല ദേഷ്യം തോന്നിയിട്ടുണ്ട്. എന്തിനാണ് ഈ ഹമ്പ് ഈ റോഡിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? നല്ല സുഖമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനാണ് ഒരു ഹമ്പാണെങ്കിൽ പിന്നെ നമുക്ക് വലിയ എഫക്റ്റ് ഒന്നും തോന്നില്ല, അത് അങ്ങോട്ട് പോകും. പക്ഷേ 3-4 ഹമ്പൊക്കെ ഒരുമിച്ച് വരുമ്പോൾ ഇങ്ങനെ കിടന്ന് കുലുങ്ങുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നാറുണ്ട്. അന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്താണ് ഇതിനുള്ള കാരണമെന്ന്. പക്ഷേ വലുതായി നമ്മൾ ഓരോന്ന് പഠിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളുടെ വെഹിക്കിൾസിൻ്റെ സ്പീഡ്, അതായത് സ്കൂളൊക്കെ എന്നൊക്കെ പറയുമ്പോൾ കുറേ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾ ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കാണ്ടൊക്കെ റൂട്ടിക്കൊക്കെ ഓടുന്നുണ്ടാവും. അപ്പോൾ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മളുടെ വണ്ടിയുടെ വേഗതയെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹമ്പ് വെച്ചിട്ടുള്ളതെന്ന് മനസ്സിലായി. നല്ല കാര്യം അല്ലേ? ഞാനിപ്പോൾ എന്തിനാ ഇതിവിടെ പറയുന്നതെന്നാവും നിങ്ങൾ ചിന്തിക്കേണ്ടാവും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സൊക്കെ നമുക്കറിയാം. നമ്മൾ ഒരു ചിപ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ചിപ്പിൽ നമ്മളൊന്ന് ക്രോസ് ആയിട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാരുണ്ട്. IC ചിപ്പ് ഉണ്ട്, വേറെ കുറേ കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. അതിൻ്റെ ഉള്ളിൽ കളർഫുള്ളായിട്ടുള്ള കുറച്ച് ആൾക്കാരെ കണ്ടോ? ഇങ്ങനെ കുറേ നല്ല ഭംഗിയിൽ മഴവിൽ പോലത്തെ ഇങ്ങനെ കളേഴ്സിൽ ഇങ്ങനെ ലൈനായിട്ടുള്ള കുറച്ച് ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആരാണവർ? അവരെന്തിനാ ഈ സർക്യൂട്ടിലിരിക്കണേ? അവരെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അത് കഥയുമായി എന്ത് ബന്ധം എന്നാണ് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവുക. പറഞ്ഞു തരാം. ഈ ഹമ്പ് എങ്ങനെയാണോ നമ്മളുടെ യാത്രയെ നിയന്ത്രിക്കുന്നത്, അതുപോലെയാണ് ഈ കളർഫുള്ളായ ആൾക്കാർ നമ്മളുടെ കറണ്ടിൻ്റെ യാത്രയെ നിയന്ത്രിക്കുന്നത്. അതായത് നമ്മൾ സർക്യൂട്ടിലെ കറണ്ട് ഫ്ലോയിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അവർ. അവരുടെ പേരാണ് റെസിസ്റ്റർ. ഞാൻ പറഞ്ഞു, ഒരു സർക്യൂട്ടിലെ കറണ്ട് ഫ്ലോയിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ആൾക്കാരാണ് റെസിസ്റ്റർ. എങ്ങനെയാണ് ഈ റെസിസ്റ്റർ വാരി ചെയ്യുന്നത്? അതായത് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് റെസിസ്റ്റേഴ്സ് ഉണ്ട് ഇവിടെ, അല്ലേ? പലതിനും പല കളേഴ്സാണ്. എന്തിനായിരിക്കും ഈ പല കളറിൽ? എല്ലാം ഒരേ കളറിലായ പോരെ? എന്തിനിങ്ങനെ ബാൻഡായിട്ട് കൊടുത്തിരിക്കുന്നത്? ഒരു ബാൻഡോ 2 ബാൻഡോ ഒക്കെ കൊടുത്താൽ പോരെ? എന്തിനാണ് ഇങ്ങനെ എന്ന് നമ്മൾക്ക് അടുത്തതായിട്ട് നോക്കേണ്ടി വരും. നമുക്ക് നോക്കാം. ഇനി ഒരു റെസിസ്റ്റർ എടുത്ത് നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ആ റെസിസ്റ്റൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ എന്താണ് 4 ബാൻഡുകളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല കളർഫുൾ ആയിട്ടുള്ള 4 ബാൻഡുകൾ. ഈ ബാൻഡിൻ്റെ കളറിന് ഓരോ വാല്യൂ ഉണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ടേബിളും ഉണ്ട്. ഈ വാല്യൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ റെസിസ്റ്റേഴ്സിൻ്റെയും വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഓരോ കളേഴ്സിനും ഓരോ വാല്യൂ അതങ്ങനെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസിൻ്റെ എത്രയാണ് അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്കൊരു ചാർട്ട് കാണാമല്ലോ. അതിൽ ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അതിൽ ഫസ്റ്റ് 2 ബാൻഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. 3ാമത്തെ ബാൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ മൾട്ടിപ്ലയറാണ്. ഇനി 4ാമത്തത് ടോളറൻസ്. എന്താ ടോളറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് മാനുഫാക്ചർ ചെയ്തിട്ട് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ റെസിസ്റ്റർ എന്ന് പറയുന്നത്. മാനുഫാക്ചറിൽ ഡിഫക്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ ഉദ്ദേശിച്ച വാല്യൂവിനേക്കാളും ചെറിയ വേരിയേഷൻസ് അവിടെ ഉണ്ടാവും. എത്രത്തോളം ആ വാല്യൂ വാരി ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ് ടോളറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് നമുക്ക് അതിനെ ക്രോസ് ആയിട്ടൊന്ന് നോക്കി അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റ് ബാൻഡ് എന്ന് പറയുന്നത് എന്താ, ബ്ലൂ ആണ്. സെക്കൻഡ് ബാൻഡ് റെഡ് ആണ്. തേർഡ് ബ്ലാക്ക്. ലാസ്റ്റ് ബാൻഡ് എന്ന് പറയുന്നത് എന്താ, ഒരു യെല്ലോ കളറിലായിട്ടാണ് കിടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ. അത് ശരിക്കും യെല്ലോ അല്ല, അത് ചിത്രത്തിൽ നിങ്ങൾക്ക് തോന്നുന്നതാണ്. ആക്ച്വലി ഇറ്റ് ഈസ് ഗോൾഡാണ്. അതായത് ഒരു ഗോൾഡ് ഷെയ്ഡാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഞാൻ പറഞ്ഞു ഫസ്റ്റത്തെ 2 ഡിജിറ്റ് നമ്മൾ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ബ്ലൂവിൻ്റെ വാല്യൂ നോക്കി ആ ടേബിൾ നോക്കിയാൽ അറിയാം ബ്ലൂവിൻ്റെ വാല്യൂ എത്രയാണ്, 6 ആണ് കിടക്കുന്നത്. നെക്സ്റ്റ് എന്താണ്, റെഡിൻ്റെ വാല്യൂ എത്രയാണ്, 2. സോ വി ക്യാൻ റൈറ്റ് 62.
ഇനി അടുത്ത ബാൻഡ് നമ്മൾ എന്താണ് പറഞ്ഞത്, മൾട്ടിപ്ലെയർ ആണ്, അതായത് 10ൻ്റെ പവറായിട്ട് നമ്മൾ എഴുതുന്നതാണ്. സോ 62 ഇൻറ്റു 10⁻0 ആണ് വരുന്നത്. 10⁻0 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. സോ 62 ഇൻറ്റു 1 ഓം. സോ നമ്മൾ വാല്യൂ എന്ന് പറയുന്നത് എന്താ, 62 ഓം ആണെന്ന് മനസ്സിലായി. പക്ഷെ നമുക്കിനി ഒരു ബാൻഡും കൂടി ഉണ്ട്. അത് ഞാൻ പറഞ്ഞു ഗോൾഡ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഗോൾഡ് ആണെങ്കിൽ ±5%, ഇനി സിൽവർ ആണെങ്കിൽ ±10% എന്നാണ് നമ്മൾ എഴുതാം. സോ വി ക്യാൻ റൈറ്റ് 62 ഓം ±5%. ഇതാണ് ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ റെസിസ്റ്റർ എന്താണ്, റെസിസ്റ്ററിൻ്റെ ഫങ്ഷൻ എന്താണ്, അത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയി. റെസിസ്റ്റേഴ്സിൻ്റെ കളർ കോഡുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതിനൊരു ഓർഡർ ഉണ്ട്. ഈ ഓർഡർ പഠിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ ആണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഓർഡർ പഠിക്കാനായിട്ട് ടീച്ചർ ഒരു കഥ പറയാം. ആ കഥ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇത് ഓർത്തിരിക്കാനായിട്ട്. പണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരാൾ താമസിച്ചിരുന്നു. ആളുടെ പേര് BB റോയ് എന്നായിരുന്നു. ഇയാൾ ഒരു ദിവസം ബ്രിട്ടനിൽ പോയി. ബ്രിട്ടനിൽ ചെന്നപ്പോൾ അവിടെ ഒരു മദാമ, നല്ല സൂപ്പർ മദാമ. ആ മദാമനെ കണ്ട് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടമായി. ഇഷ്ടാവാനുള്ള കാരണം ഭംഗി മാത്രമല്ല, ആള് മനസ്സുകൊണ്ട് നല്ല സ്വഭാവമുള്ള ഒരാളായിരുന്നു. ബ്രിട്ടനിലാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ ഈ ഒരു കഥ, ഈ ഒരു ഇൻസിഡൻറ്റിനെ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഒരു സെൻറ്റൻസ് ആക്കിയിട്ട് അത് വെച്ച് നമുക്ക് പഠിക്കാം. അതിന് മുൻപ് ഇതിൻ്റെ ഓർഡർ ഞാനൊന്ന് പറയാം. ഈ കളർ കോഡിൻ്റെ ഓർഡർ ഞാൻ പറയാം. 0 മുതൽ 9 വരെയാണ് ഇതിൻ്റെ വാല്യൂസ്. അത് കളറിനനുസരിച്ചിട്ടാണ് മാറുന്നത്. ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് എന്താ, ബ്ലാക്ക് ആണ്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റും. ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ ആൻഡ് വൈറ്റ്. ഈ കളേഴ്സിന് 0 to 9 വരെയുള്ള വാല്യൂസും ഉണ്ട്. അപ്പോൾ ഈ ഓർഡർ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വാല്യൂസ് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ BB റോയ്സിൻ്റെ കഥ നമുക്ക് നോക്കാം. ഇതാണ് ആ സെൻറ്റൻസ്. BB റോയ് ഹാസ് ഗ്രേറ്റ് ബ്രിട്ടൻ വെരി ഗുഡ് വൈഫ്. ഇത്തിരി വലുതായി തോന്നും. അത് നമ്മളിങ്ങനെ പഠിച്ച് കാണണം. ഞാനിത് ഒരു 9-ലോ 10-ലോ അങ്ങാണ്ട് പഠിക്കുന്ന സമയത്ത് എൻ്റെ ടീച്ചർ പഠിപ്പിച്ചെന്ന കോഡാണിത്. BB റോയ് ഹാസ് ഗ്രേറ്റ് ബ്രിട്ടൻ വെരി ഗുഡ് വൈഫ്. എന്താണ്, BB റോയ്സിന് വളരെ നല്ല സ്വഭാവത്തിലുള്ള ബ്രിട്ടനിൽ ജനിച്ചു വളർന്ന ഒരു മദാമയാണ് വൈഫ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നമുക്ക് നോക്കിയേ, ഈ സെൻറ്റൻസിൽ നിങ്ങൾക്ക് ബോൾഡായിട്ട് കാണുന്ന ലെറ്റേഴ്സാണ് നിങ്ങളുടെ റെസിസ്റ്റേഴ്സിൻ്റെ കളർ കോഡ് എന്ന് പറയുന്നത്. BB റോയ്, B it is black. Again B it is brown. Roy, red, orange, yellow. Has പ്രത്യേകിച്ചൊന്നുമില്ല. Great, G it's green. Britain, B it is blue. Very, V it's violet. Good, it is again G it is grey. Wife, W it is white. വളരെ എളുപ്പത്തിൽ കിട്ടിയല്ലോ. ഓർത്തിരിക്കുമല്ലോ നിങ്ങൾ ആ സെൻറ്റൻസ് വെച്ച് നിങ്ങൾക്ക് എല്ലാ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പോകുന്നത്, ആദ്യം പറഞ്ഞു ഞാൻ സീരീസ് ആൻഡ് പാരലൽ കണക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് എങ്ങനെ ഒരു റെസിസ്റ്റർ നമ്മൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്യും അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിനി നോക്കാം എന്താണ് സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. നമ്മളിപ്പോൾ റെസിസ്റ്റേഴ്സ് എന്താണ് അതിൻ്റെ ഫങ്ഷൻ, അത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ഈ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ഇത് ഒരു സർക്യൂട്ടിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. നമുക്ക് പ്രധാനമായും 3 രീതിയിൽ ഇത് കണക്ഷൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ബോർഡിൽ എഴുതിയത് കാണാൻ പറ്റും, എങ്കിലും ഞാൻ പറയുന്നത് കൂടുതൽ ശ്രദ്ധിക്കാം. സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ, സീരീസ് പ്ലസ് പാരലൽ കണക്ഷൻ. ഒരു സർക്യൂട്ടിൽ നമുക്ക് പ്രധാനമായും റെസിസ്റ്റേഴ്സ് 3 രീതിയിലാണ് ഘടിപ്പിക്കാൻ പറ്റുന്നത്. അതിൽ ആദ്യത്തേതാണ് സീരീസ് കണക്ഷൻ. എന്തായിരിക്കും ഈ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്? നിങ്ങൾ വീടുകളിൽ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ കഴുത്തിൽ മാല ഇടാറുണ്ട്, മുത്തുമാല ഇടാറുണ്ട്. എങ്ങനെയാണ് നമ്മൾ മുത്ത് കോർക്കുന്നത്? ഒരു നൂലെടുത്ത് അതിലൊരു സൂചി കോർത്ത് ഓരോ മുത്ത് നമ്മൾ അതിലേക്ക് കോർക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് സീരീസ് കണക്ഷൻ. ഒരു റെസിസ്റ്ററിൻ്റെ പിന്നാലെ അതിൻ്റെ അടുത്ത എൻഡിൽ നിന്ന് അടുത്ത റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്ത് പോകുന്നതാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും റെസിസ്റ്റേഴ്സിൻ്റെ സിമ്പിൾ അറിയായിരിക്കുമല്ലോ. എന്താണ് സിമ്പിൾ? ഇതാണ് നമ്മളുടെ റെസിസ്റ്ററിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാം?
ഇറ്റ്സ് ക്യാപിറ്റൽ ആർ. ഈ റെസിസ്റ്ററിന് ഞാൻ R1 എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിക്കും, നമ്മളുടെ ആദ്യത്തെ റെസിസ്റ്റർ. അടുത്ത റെസിസ്റ്റർ ഇതിൻ്റെ ഈ എൻഡ് പോയിന്റിൽ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സീരീസ് കണക്ഷൻ. സി ഇറ്റ് ഈസ് R2. ഇതുപോലെ റെസിസ്റ്റേഴ്സ് ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഇതിന് നമ്മൾ പറയുന്നതാണ് സീരീസ് കണക്ഷൻ. അപ്പോൾ എന്തായിരിക്കും പാരലൽ കണക്ഷൻ? പാരലൽ ആയിരിക്കുക, സമാന്തരമായിരിക്കുക. അതായത് ഒരു റെസിസ്റ്ററിന് തൊട്ട് താഴെയായിരിക്കും അടുത്ത റെസിസ്റ്റർ വരുന്നുണ്ടാവുക, അതിന് താഴെയായിരിക്കും അടുത്ത റെസിസ്റ്റേഴ്സ്. പ്രത്യേകത ഇതാണ്, ഇവിടെ നമ്മൾ ഒരെൻഡിൽ നിന്ന് അടുത്തത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ എൻഡും കൂടി നമ്മൾ ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ടായിരിക്കും നമ്മളുടെ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ ഇറ്റ് വിൽ കണക്ട് ലൈക്ക് ദിസ്. See, so this is R1, this is R2 and this is R3. അപ്പോൾ നമുക്ക് സ്വാഭാവികമായി മൂന്നാമത്തത് എന്താ? സീരീസ് പ്ലസ് പാരലൽ കണക്ഷൻ. അതായത് ഇത് രണ്ടും കൂടി യോജിച്ചിട്ട് ഒരു സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്ന രീതി. ഇത് നിങ്ങൾക്ക് കാര്യമായി പഠിക്കാനില്ല, നിങ്ങൾക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് സീരീസ് ആൻഡ് പാരലൽ കണക്ഷനാണ്. ഇത് രണ്ട് രീതിയിൽ ഘടിപ്പിക്കുമ്പോൾ എന്താണ് സർക്യൂട്ടിൽ വരുന്ന മാറ്റം, എങ്ങനെയാണ് അത് ആ സർക്യൂട്ടിനെ സ്വാധീനിക്കുന്നത്? നമ്മൾ പറഞ്ഞു റെസിസ്റ്റേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ കറണ്ട് ഫ്ലോയിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ അത് അവിടെ റെസിസ്റ്റൻസിന്, ടോട്ടൽ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ പാരലലായി കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും? ഇനി നമുക്ക് അത് നോക്കാം. സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ, ഇതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഈ റെസിസ്റ്റൻസ് ഒക്കെ നമുക്ക് കളയാം. ഈ റെസിസ്റ്റൻസിന് പകരം ഇത് 3 പാലങ്ങളാണെന്ന് വിചാരിക്കും നിങ്ങൾ. ഇത് ഒന്നാമത്തെ പാലം, രണ്ടാമത്തെ പാലം, മൂന്നാമത്തെ പാലം. ഇതാണ് എൻ്റെ വീട്. ഓക്കെ, ഇതെൻ്റെ വീട്. ഇവിടെ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോയിന്റിലാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടെന്ന് വിചാരിക്കും. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എനിക്ക് 3 പാലങ്ങൾ കടന്നിട്ട് വേണം എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തണമെങ്കിൽ. അപ്പോൾ സപ്പോസ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടാമത്തെ പാലം തകർന്നു എന്ന് വിചാരിക്കുക, എന്ത് സംഭവിക്കും? എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് എത്താൻ പറ്റുമോ? ഇവിടെ ഈ പാലം തകർന്ന് കിടക്കുകയാണ്. ഞാൻ ഒന്നാമത്തെ പാലം ക്രോസ് ചെയ്ത് ഇവിടെ എത്തി, പക്ഷെ എനിക്ക് മൂന്നാമത്തെ പാലത്തിലേക്ക് കടക്കണമെങ്കിൽ ഇവിടുത്തെ ഈ പാലം എനിക്ക് ആവശ്യമാണ്. പക്ഷേ ഈ ബ്രിഡ്ജ് തകർന്നു പോയെന്ന് വിചാരിക്കുക, എനിക്ക് ഈ യാത്ര നടക്കുമോ? നടക്കില്ല, തീർച്ചയായും നടക്കില്ല. അങ്ങനെയാണ് കറണ്ടിൻ്റെ കേസിൽ. കറണ്ട് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഫ്ലോ ചെയ്യണമെങ്കിൽ ഈ 3 റെസിസ്റ്റൻസിനെയും താണ്ടി വേണം അവിടേക്ക് എത്താൻ. സപ്പോസ് ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് പണി മുടക്കി കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ എന്ത് ചെയ്യും? അവിടെ ബ്രേക്കപ്പ്. ഇതാണ് സീരീസിൻ്റെ ഒരു കുഴപ്പം. ഇനി പാരലൽ കണക്ഷൻ നമുക്ക് നോക്കാം. പാരലൽ കണക്ഷൻ നോക്കുമ്പോൾ 3 പാലങ്ങളുണ്ട്, അതും പാരലൽ ആയിട്ടുള്ള 3 ബ്രിഡ്ജസ് ആണ് നമുക്കുള്ളത്. ഇതാണ് എൻ്റെ വീട്, ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. എനിക്ക് ഈ വീട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? പാലം ക്രോസ് ചെയ്ത് പോകണം. സപ്പോസ് നേരത്തെ പോലെ തന്നെ സെക്കൻഡ് ബ്രിഡ്ജ് കൊളാപ്സ് ചെയ്തെന്ന് വിചാരിക്കുക, അതായത് തകർന്നു പോയെന്ന് വിചാരിക്കുക, എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് എത്താൻ പറ്റുമോ? ഐ ഹാവ് 2 other choices, റൈറ്റ്? എനിക്ക് R1 എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒന്നാമത്തെ ബ്രിഡ്ജിലൂടെയും പോകാം, അതുമല്ലെങ്കിൽ മൂന്നാമത്തെ ബ്രിഡ്ജിലൂടെ ആണെങ്കിലും എനിക്ക് പോകാൻ പറ്റും. എൻ്റെ യാത്രയ്ക്ക് അവിടെ യാതൊരു തടസ്സവും വരുന്നില്ല. അതുപോലെയാണ് കറണ്ടിൻ്റെ കേസിലും. സപ്പോസ് ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ്, പാരലൽ കണക്ഷനിലുള്ള ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് പണി മുടക്കിയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചാലും അവിടെ കറണ്ട് ഫ്ലോയിനെ അതെന്ത് ചെയ്യുന്നില്ല? തടസ്സപ്പെടുത്തുന്നില്ല. അവർക്ക് മറ്റുള്ള ബ്രാഞ്ചസിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലോ ചെയ്യാൻ പറ്റും. അതാണ് പാരലൽ കണക്ഷൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി ക്ലിയർ. സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഒരു റെസിസ്റ്റൻസിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കറണ്ട് ഫ്ലോ എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ആവും. ഇനി പാരലൽ കണക്ഷൻ ആണെങ്കിൽ നമുക്ക് അടുത്ത റെസിസ്റ്റൻസിൽ കൂടെ, അടുത്ത ബ്രാഞ്ചിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലോ ചെയ്യാൻ പറ്റും. ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉദാഹരണം പറഞ്ഞത്. ഇനി ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് നോക്കാം നമുക്ക് ഈ 2 കണക്ഷനിലും. ഇനി ടോട്ടൽ റെസിസ്റ്റൻസിന് എന്ത് മാറ്റമാണ് സീരീസ് കണക്ഷനിലും പാരലൽ കണക്ഷനിലും വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ 3 റെസിസ്റ്റൻസ് R1, R2, R3 എന്ന് പറയുന്ന 3 റെസിസ്റ്റൻസ് ഒരു ബാറ്ററിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യും.
അതായത് ഇവിടുത്തെ വോൾട്ടേജ് വി എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ഇവിടുത്തെ കറണ്ടിനെ നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഐ കൊണ്ടാണ്. ഈ R1 R2 R3 എന്ന് പറയുന്ന റെസിസ്റ്റൻസിനെ ക്രോസ് ചെയ്തിട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജ്, ഈ രണ്ട് ടേംസ് നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞു രണ്ട് ടെർമിനൽസിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കി ഇവിടെ R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, ഈ R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസിൻ്റെ ഈ രണ്ട് എഡ്ജ്, അതായത് ഈ രണ്ട് എൻഡ് പോയിന്റിനെയും ഇടയിൽ ഒരു വോൾട്ടേജ് ഉണ്ടാവും. ഇനി R2ൻ്റെ റെസിസ്റ്റൻസിൻ്റെ രണ്ട് എൻഡിനും ഇടയിൽ ഒരു വോൾട്ടേജ് ഉണ്ടാവും. R3ക്കും ഇതുപോലെ തന്നെ. ഇവിടെ ഈ മൂന്ന് കേസിലും ഉണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അതായത് നമ്മളിവിടെ കൊടുക്കുന്ന വോൾട്ടേജ് വി ആണെങ്കിലും ഇത് R1 R2 R3 എന്ന് പറയുന്ന റെസിസ്റ്റൻസിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് V1, V2 and V3. So we can say that this voltage is split into V1, V2, V3. So we can write V is equal to V1 plus V2 plus and V3. ക്ലിയർ? ഇനി ഓംസ് ലോ എല്ലാവർക്കും അറിയാലോ. എന്താണ് ഓംസ് ലോ? V is equal to IR. ഇതാണ് നമ്മളുടെ ഓംസ് ലോ എന്ന് പറയുന്നത്. നമുക്കറിയാം. ഇപ്പോൾ ഈ കേസിൽ നമുക്ക് ഓരോ V1, V2, V3 നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് അതെന്ത് ചെയ്യും? നമ്മൾ ഈ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമുക്ക് V1 കൺസിഡർ ചെയ്യാം. സോ V1 is equal to നോക്കിയേ, ഈ R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസിന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് V1. ഇവിടെ കറണ്ട് എല്ലാ റെസിസ്റ്റൻസിൽ കൂടെയും ഫ്ലോ ചെയ്യുന്നത് എന്ത് തന്നെയാണ്? I തന്നെയാണ്. കറണ്ടിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. വോൾട്ടേജ് ആണ് ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. സോ വി ക്യാൻ റൈറ്റ് V1 is equal to I into R1. I സെയിം ആയതുകൊണ്ട് നമുക്ക് 1, 2, 3 എന്നൊന്നും എഴുതാനില്ല, I എന്ന് മാത്രം എഴുതിയാൽ മതി. റെസിസ്റ്റൻസ് ഇവിടെ R1ൽ കൂടിയുള്ള വോൾട്ടേജ് ആണ് V1. സോ വി ക്യാൻ റൈറ്റ് V1 is equal to IR1. Similarly, we can write V2 is equal to IR2 and V3 is equal to IR3. അങ്ങനെ മൂന്ന് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. V1, V2, V3ക്കുള്ള മൂന്ന് ഇക്വേഷൻസും കിട്ടി. ഈ മൂന്ന് ഇക്വേഷൻസും നമ്മൾ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ V is equal to IR ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. I into R. IR is equal to IR1 plus IR2 plus IR3. ഈ ഇക്വേഷനിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ എല്ലാ കേസിലും I എന്താ? കോമൺ ഫാക്ടറാണ്. നമുക്കതിനെ പുറത്തേക്ക് എടുത്ത് എഴുതാം. സോ വി ക്യാൻ റൈറ്റ് I into R1 plus R2 plus and R3. ഹിയർ I ആണ്. ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് നോക്കിയേ. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നോക്കുമ്പോൾ I is same. So the R is equal to R1 plus R2 plus R3. So we can write R is equal to R1 plus R2 plus and R3. So the total resistance of this circuit is equal to R1 plus R2 plus and R3. So we can write, ഇത് സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ RS എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ R എഫക്റ്റീവ് എന്നോ ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിനോട്ട് ചെയ്യാം. സോ RS is equal to R1 plus R2 plus and R3. This is the equation to find the total resistance of a circuit when that circuit is connected in a series connection. Okay? ഇതിപ്പോൾ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്തതായിട്ട് പാരലൽ കണക്ഷൻ നോക്കാം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പാരലൽ കണക്ഷനാണ് നോക്കാൻ പോകുന്നത്. പാരലൽ കണക്ഷനിൽ നമ്മൾ പറഞ്ഞു റെസിസ്റ്റൻസ് എല്ലാതും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ റെസിസ്റ്റൻസിൻ്റെ എൻഡ് പോയിന്റും ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഒരു റെസിസ്റ്റൻസിന് എക്രോസ് ആയിട്ടുള്ള, അതായത് രണ്ട് എൻഡ് പോയിന്റിന് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വോൾട്ടേജ് എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നോക്കിയേ, R1ൻ്റെ രണ്ട് എഡ്ജസിൻ്റെ ഇടയിലും R2 എടുത്താലും R3 എടുത്താലും എല്ലാത്തിൻ്റെയും രണ്ട് എഡ്ജസും എന്താണ്, അല്ലെങ്കിൽ രണ്ട് എൻഡ് പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതായത് രണ്ട് ടെർമിനലിൽ
എന്താണ് ഇതിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ്, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ, സെയിം ആണ്. ഇപ്പോൾ R1 എടുത്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പോയിന്റിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണ്. ഇനി R2 എടുത്തിട്ടുണ്ടെങ്കിൽ സെയിം എൻഡ് പോയിന്റ്സ് ആണ്. സോ വോൾട്ടേജ് ഇസ് സെയിം ഇൻ കേസ് ഓഫ് പാരലൽ കണക്ഷൻ. ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ സീരീസ് കണക്ഷൻ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ റെസിസ്റ്റൻസിൻ്റെയും എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. സോ വി ഗീവ് V1 V2 V3 ഡിഫറെൻറ്റ് വോൾട്ടേജ്. ഇവിടുത്തെ കേസിൽ വോൾട്ടേജ് എന്താ, സെയിം ആണ്. അപ്പോൾ ആരായിരിക്കും വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവുക? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മളൊരു വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു പൈപ്പിൽ കൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ പൈപ്പ് ഒരു പോയിന്റിൽ എത്തുമ്പോൾ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്, 3 ബ്രാഞ്ചുള്ള പൈപ്പായിട്ട് മാറാണ്. വെള്ളം ഒരെണ്ണത്തിൽ കൂടെ മാത്രം ഒഴുകും, അല്ലെങ്കിൽ എനിക്ക് ഇപ്പുറത്ത് കൂടെ പോയാൽ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് കൂടെ ഒഴുകും? ഇല്ല, അത് 3 ബ്രാഞ്ചസിൽ കൂടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒഴുകാൻ തുടങ്ങും. അതുപോലെയാണ് ഈ കണക്ഷനിലെ കറണ്ട് ഇങ്ങനെ ഒഴുകി ഇവിടെ എത്തി. ഈ പോയിന്റിൽ എത്തിയപ്പോൾ എന്താ, 3 ബ്രാഞ്ച് ഉണ്ട്. കറണ്ടിന് അങ്ങനെ ഒരു വഴി കൂടെ മാത്രം പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ലല്ലോ. സോ ദ കറണ്ട് സ്പ്ലിറ്റ്സ് ആൻഡ് ഇറ്റ് ഫ്ലോസ് ത്രൂ ദീസ് 3 ബ്രാഞ്ചസ്. സോ വി ക്യാൻ റൈറ്റ് ദ കറണ്ട് ആസ് I1, I2 and I3. So the current is different here. നോക്കൂ, ഈ ബ്രാഞ്ചസ് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതുകൊണ്ട്, അതായത് ഈ വരുന്ന ഒരു പോയിന്റിൽ ഇത് 3ആയിട്ട് പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് 3 ബ്രാഞ്ചസ് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഈ പോയിന്റിൽ വെച്ച് കറണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് I1, I2, I3 ആയിട്ട് മാറാണ്. സോ വി ക്യാൻ റൈറ്റ് ദ ടോട്ടൽ കറണ്ട് I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് ആൻഡ് I3. ഈ ഇക്വേഷൻസിൻ്റെ ഡിഫറൻസ് നോക്കിയാൽ അറിയാം, ഇവിടെ വോൾട്ടേജ് ആണ് ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. സോ വി കി റൈറ്റ് V is equal to V1 plus V2 plus V3. Here the current is different, so we write I is equal to I1 plus I2 plus I3. Similarly, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓംസ് ലോ എടുക്കാം. What is Ohm's law? V is equal to IR. So I is equal to V by R. ഇവിടെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് I കിട്ടി. ഇനി നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഈ I1നെയും I2നെയും I3നെയും നമുക്ക് കണ്ടുപിടിക്കണം. നോക്കാം. സോ I1 is equal to, ഇക്വേഷൻ എന്താ, I is equal to V by R ആണ്. ഇവിടെ V എന്ന് പറയുന്നത് സെയിം ആണ്. R1 എടുത്താലും R2 എടുത്താലും R3 എടുത്താലും സെയിം വോൾട്ടേജ് ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് V by റെസിസ്റ്റൻസ്. ഇവിടെ ഫസ്റ്റ് കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. R1ലൂടെയുള്ള കറണ്ട് ആണ് I1. സോ വി ക്യാൻ റൈറ്റ് R1. Similarly, I2 is equal to V by R2 and I3 is equal to V by R3. കിട്ടിയല്ലോ ഇക്വേഷൻസ്. ഈ 3 ഇക്വേഷൻസും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോക്കാം. V by R is equal to V by R1 plus V by R2 plus and V by R3. ഈ 3 ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ V എന്ന് പറയുന്നത് കോമൺ അല്ലേ? ഇതേ നിങ്ങൾക്ക് കാണാമല്ലോ, 3 Vയും കോമൺ ആണ്. ഈ Vനെ നമ്മൾ അങ്ങോട്ട് ഔട്ട് സൈഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കിതിനെ V × 1/R എന്ന് എഴുതാം. വ്യത്യാസമൊന്നുമില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഇങ്ങനെ എഴുതിയെന്നുള്ളൂ. V/R നമുക്ക് V × 1/R എന്ന് എഴുതാം, വ്യത്യാസം വരുന്നില്ല. ഇവിടെ V കോമൺ ആയിട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താ, 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. സോ ഇത് 2 ഇക്വേഷൻ കമ്പയർ ചെയ്ത് നോക്കിയേ, V സെയിം ആണ്, ബാക്കിയുള്ളത് എന്താ, 1/R ആണ്. സോ 1/R is equal to 1/R1 plus 1/R2 plus 1/R3. ഇതാണ് പാരലൽ കണക്ഷനിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് നമുക്ക് RP എന്ന് കൊടുക്കാം. So this is the equation to find the total resistance of a circuit when it is in a parallel connection. 1/RP is equal to 1/R1 plus 1/R2 plus 1/R3. ഇനി ഈ 2 ഇക്വേഷൻസ് ഒന്നും കാര്യമായിട്ട് നോക്കിക്കോ. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് ഷുവറായിട്ടും ചോദിക്കുന്ന ചോദ്യമാണിത്, പക്ഷേ എളുപ്പത്തിൽ മനസ്സിലാക്കാനും കൂടി പറ്റും.
കഷ്ടപ്പെട്ട് പഠിക്കാണ്ട് ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ മതി, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മളെടുത്ത റെസിസ്റ്റൻസ് R1 R2 R3 ആണ്. ഇത് എന്താ നമ്മൾ സെയിം അങ്ങോട്ട് കൂട്ടി പോവാണ്. സപ്പോസ് ഞാൻ ഇതൊരു 2 ഓം എടുത്തു, ഇതൊരു 4 ഓം എടുത്തു, ഇതും ഒരു 4 ഓം തന്നെ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 + 4 + 4 ഇറ്റ് ഈസ് 10 ഓം. അതായത് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഇവിടെ നോക്കിയേ, നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവും ഇതെന്താ? റെസിപ്രോക്കൽസ് ആണ് എല്ലാതും. 1/R1 + 1/R2 + and 1/R3. So the total resistance of this circuit decreases when it is in a parallel connection. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. സീരീസ് കണക്ഷനിൽ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പാരലൽ കണക്ഷനിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഇത് ക്ലിയർ ആയല്ലോ? നമ്മൾ സീരീസ് ആൻഡ് പാരലൽ കണക്ഷനിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള 2 ഇക്വേഷൻസും കണ്ടുപിടിച്ചു. സീരീസ് കണക്ഷനിലെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? RS = R1 + R2 + R3. ഇനി പാരലൽ കണക്ഷൻ ആണെങ്കിൽ 1/Rp = 1/R1 + 1/R2 + and 1/R3. ഇക്വേഷനൊക്കെ കിട്ടി. സപ്പോസ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന റെസിസ്റ്റൻസിനെല്ലാം ഒരേ വാല്യൂ ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഞാൻ R2 R3 R4 എന്നൊക്കെ പറയാനുള്ള കാരണം എന്താ? ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ റെസിസ്റ്റേഴ്സും എന്താ? ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. സപ്പോസ് ഞാൻ ഉപയോഗിക്കുന്നത് എല്ലാതും സെയിം വാല്യൂ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണേ, ഇതൊരു 2 ഓം ആണെന്ന് വിചാരിക്കുക. ഇതും ഒരു 2 ഓം, ഇതും ഒരു 2 ഓം ആണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്താണ്? RS = 2 + 2 + 2 ദാറ്റ് ഈസ് = 6 ഓം ആയിരിക്കും. ആണല്ലോ. ഇനി ഞാൻ ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ട് 3 റെസിസ്റ്റേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് കൂട്ടിയാൽ പറ്റും. ഇതിപ്പോൾ ഒരു 100 150 റെസിസ്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. നല്ല ഹൈ വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സ് ആണെന്നും വിചാരിക്കും. ഒരു 620 ഓം ഒക്കെയാണ്. അങ്ങനത്തെ ഒരു 150 ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും പ്രാവശ്യം ഇങ്ങനെ കൂട്ടി പോകാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു ഇക്വേഷനായിട്ട് മാറ്റാൻ പറ്റും. ദാറ്റ് ഈസ് RS = ഈ കേസിൽ നോക്കിയേ, 3 പ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു? 2 കൂട്ടി. നമുക്കതിനെ 3 × 2 എന്ന് എഴുതാമല്ലോ. ഇറ്റ് ഈസ് 6 ഓം. സെയിം ആണല്ലോ. അതായത് 3 റെസിസ്റ്റേഴ്സ്, ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ 2. സോ വി ക്യാൻ റൈറ്റ് RS = 3 എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്. ദാറ്റ് ഈസ് വി ക്യാൻ ഡിനോട്ട് ഇറ്റ് ആസ് സ്മോൾ n. ഇനി 2 എന്ന് പറയുന്നത് എന്തായിരുന്നു? ദ വാല്യൂ ഓഫ് എ റെസിസ്റ്റർ. അപ്പോൾ നമുക്കതിനെ സ്മോൾ r എന്ന് ഡിനോട്ട് ചെയ്യാം. സോ ദ ടോട്ടൽ റെസിസ്റ്റൻസ് = NR. ഇതാണ് എന്ത്? ഒരു സീരീസ് കണക്ഷനിൽ എല്ലാ റെസിസ്റ്റൻസും സെയിം വാല്യൂ ആണെങ്കിൽ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് RS = N × R എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് പാരലൽ കണക്ഷനിലും നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പാരലൽ കണക്ഷനിൽ, അതായത് സീരീസ് കണക്ഷനിൽ നമ്മൾ പറഞ്ഞു സെയിം വാല്യൂസ് ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? RS = R × N ആണെന്ന് പറഞ്ഞു. ഇനി പാരലൽ കണക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റെസിസ്റ്റേഴ്സ് എല്ലാതും ഒരേ വാല്യൂ ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് നോക്കിയേ. സപ്പോസ് ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുള്ള റെസിസ്റ്റൻസ് എല്ലാതും ഒരു 2 ഓം ആണെങ്കിൽ 1/Rp = 1/2 + 1/2 + 1/2 ദാറ്റ് ഈസ് = 3/2 എന്ന് നമുക്ക് കിട്ടും. ഇവിടെ നോക്കിയേ, 1/Rp ആണ് 3/2 എന്ന് പറഞ്ഞു. പക്ഷേ RP അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 1/Rp ആണോ? അല്ല, നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പാരലൽ കണക്ഷനിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് RP. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ നേരെ റെസിപ്രോക്കൽ എടുത്താൽ മതി. സോ RP = 2/3 എന്ന് നമുക്ക് കിട്ടി. ഇവിടെ നോക്കിയേ, 2/3. ഈ 2 എന്തായിരുന്നു? നമ്മളിവിടെ കൊടുത്തിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള ഓരോ റെസിസ്റ്ററിൻ്റെയും വാല്യൂ ആയിരുന്നു. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് സ്മോൾ r. ഇനി 3 എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ n എന്ന് എഴുതാം. സോ അവർ ഇക്വേഷൻ ഈസ് RP = R/n. അതായത് സെയിം വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സ് നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RP = R/n ആണ്. സീരീസ് കണക്ഷൻ ആണെങ്കിൽ RS =
R into N ആണ്. സോ ഇതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻക്രീസസ് ആൻഡ് ഇൻ പാരലൽ കണക്ഷൻ ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഡിക്രീസസ്. ഇനി നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ഇക്വേഷൻ ഇപ്പോൾ കുറേ പ്രാവശ്യം ഞാൻ പറയുന്നു, എങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, കാരണം ഇത് നിങ്ങളുടെ മനസ്സിൽ പതിയേണ്ടതാണ്. എപ്പോൾ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ കിട്ടേണ്ട ഇക്വേഷൻസാണ്. അതായത് സീരീസ് കണക്ഷനിൽ നമ്മൾ പറഞ്ഞു RS is equal to R1 plus R2 plus R3 ആണെന്ന് പറഞ്ഞു. അതായത് ഇനി സെയിം വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ RS is equal to RN ആണെന്ന് പറഞ്ഞു. ഇക്വേഷനൊക്കെ മനസ്സിലായി. ഇക്വേഷൻ അറിഞ്ഞുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യും സീരീസ് കണക്ഷൻ ആണെങ്കിൽ. ഇനി പാരലൽ കണക്ഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും, ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ എല്ലാ റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. സോ ദ ടോട്ടൽ റെസിസ്റ്റൻസ് വിൽ ഡിക്രീസ്. ഇതും നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നോക്കാം. ഈ കേസിൽ സർക്യൂട്ടിൽ ഞാൻ പറഞ്ഞു കറണ്ട് സെയിം ആണ്, വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുന്നത്, സ്പ്ലിറ്റ് ചെയ്ത്. അതായത് ഓരോ റെസിസ്റ്റൻസിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. സോ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് കറണ്ട് ഈസ് സെയിം ആൻഡ് ദ വോൾട്ടേജ് ഈസ് ഡിഫറെൻറ്റ്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പാരലൽ കണക്ഷനിൽ. പാരലൽ കണക്ഷനിൽ കറണ്ട് ഇങ്ങനെ വന്ന് ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ അത് 3 ബ്രാഞ്ചസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, കറണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പോകുന്നതെന്ന്. സോ ദ കറണ്ട് ഈസ് ഡിഫറെൻറ്റ് ആൻഡ് ദ വോൾട്ടേജ് ഈസ് സെയിം. ഇനി നമുക്ക് നോക്കേണ്ടത്, ഞാൻ പറഞ്ഞു, ഞാൻ ഫസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായില്ലേ, ഇത് 3 പാലങ്ങളാണ്. ഒന്ന് കൊളാപ്സ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല, അവിടെ നമ്മുടെ യാത്ര തടസ്സപ്പെടുന്നു. പക്ഷെ പാരലൽ കണക്ഷനിൽ അങ്ങനെയല്ല. നമുക്ക് അതുകൂടാതെ തന്നെ ഒരു പാലമില്ലെങ്കിലും മറ്റു 2 പാലങ്ങൾ 2 ചോയ്സ് ആയിട്ട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പാരലൽ കണക്ഷൻ, അതായത് ഒരു ഉദാഹരണം കൂടി പറയാം. നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ ട്രാൻസ്ഫോമർ ഉണ്ട്. ട്രാൻസ്ഫോമറിൽ നിന്നാണ് നമ്മളുടെ വീടുകളിലേക്കൊക്കെ കണക്ഷൻ പോയിട്ടുള്ളത്. സപ്പോസ് എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം എൻ്റെ വീട്ടിൽ ഫ്യൂസ് പോയി എന്നും പറഞ്ഞിട്ട് എൻ്റെ അപ്പുറത്തെ വീട്ടിൽ കറണ്ട് പോവോ? ഒരിക്കലുമില്ല. അവിടെ ഏത് കണക്ഷനാണ് അപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്? സീരീസ് ആയിരിക്കോ പാരലൽ ആയിരിക്കോ? തീർച്ചയായും പാരലൽ കണക്ഷൻ ആയിരിക്കും. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മേന്മ. അപ്പോൾ നമുക്കതൊരു പോയിന്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ, സപ്പോസ് ഇതിവിടെ ഞാനൊരു 3 സ്വിച്ച് ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബ്രാഞ്ചിൽ കൂടെ കറണ്ട് പോവോ? പോകില്ല. ഇനി ഫസ്റ്റ് സ്വിച്ചാണ് ഓഫ് ചെയ്തെന്നുണ്ടെങ്കിൽ R1 കൂടെ കറണ്ട് പോകില്ല. അപ്പോൾ ഏത് ബ്രാഞ്ചിൽ കൂടെ കറണ്ട് പോകണമെന്ന് നമുക്ക് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? സ്വിച്ച് ഉപയോഗിച്ച് നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് ഡിഫറെൻറ്റ് സ്വിച്ചസ്. ഏത് ബ്രാഞ്ചിൽ കൂടെ കറണ്ട് പോകണ്ട എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെൻറ്റ് സ്വിച്ച് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ സീരീസ് കണക്ഷൻ ആണെങ്കിലോ, ഇവിടെ ഞാൻ കുറേ സ്വിച്ചൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇവിടെ വെച്ച സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കറണ്ട് പോകുമോ? ഇങ്ങോട്ട് R3 കൂടെ പോകാമോ? പോകില്ല. സോ നമുക്ക് ഡിഫറെൻറ്റ് സ്വിച്ചസ് യൂസ് ചെയ്തിട്ട് സീരീസ് കണക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറണ്ട് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ ഒന്നും കൂടി പറയുകയാണ്, സീരീസ് കണക്ഷനിലെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 plus R2 plus R3 ആണ്. ഇനി 3 കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എന്താ, അതിങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി. So the total resistance increases, current is same and the voltage is different. പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, നമുക്കിതിനെ ഓരോന്നിനെയും ഓരോ സ്വിച്ച് യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. cannot be controlled by using different switches. ഇനി പാരലൽ കണക്ഷനിലേക്ക് നോക്കാം. പാരലൽ കണക്ഷനിലെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/Rp is equal to 1/R1 plus 1/R2 plus 1/R3 ആണ്. So the total resistance decrease and current is different. സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. current is different and the voltage is same and can be controlled by using different switches. ഇതൊക്കെ മനസ്സിലായല്ലോ. പിന്നെ ഞാനിത് മുന്നേ പഠിപ്പിച്ചപ്പോൾ ഒരുപാട് കുട്ടികൾ പറഞ്ഞതാണ്, ഏതിലാ ടീച്ചറെ കറണ്ട് സെയിം, ഏതിലാ ടീച്ചറെ വോൾട്ടേജ് ഡിഫറെൻറ്റ്, അവർക്കാകെ കൺഫ്യൂഷനായി പോകുന്നു. ഇത് ലോജിക്കലായിട്ട് നിങ്ങൾക്കൊന്നും ഫീൽ ചെയ്യില്ല, പക്ഷേ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നൊരു കാര്യമാണ്. ഇവിടെ നോക്കിയേ, സീരീസ്, ഈ വാക്കിൽ ആരുണ്ട്? ഐ ഉണ്ട്. സീരീസ് എന്ന് പറയുമ്പോൾ ഐ ഉണ്ട്. ഐ ആണ് ഇവിടെ എന്ത്, സെയിം ആയിട്ട് വരാം. സീരീസ് കണക്ഷനിൽ ഐ ഉള്ളത് കൊണ്ട് ഐ എന്താണ്, അവിടെ സ്ഥിരമായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ സെയിം ആയിട്ട് വരുന്നത് ആരാ? ഐ ആണ്. അപ്പോൾ എന്തായിരിക്കും ഡിഫറെൻറ്റ്? വോൾട്ടേജ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പാരലൽ കണക്ഷൻ. ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു തന്ന ഒരു ടിപ്പാണ് സീരീസ് കണക്ഷൻ. അതായത് സീരീസ് എന്ന് പറഞ്ഞ വാക്കി തന്നെയുള്ളത് നമ്മുടെ ഐ എന്ന് പറയുന്നത്. ഐ ആരാ? കറണ്ടാണ്.
ഇവിടെ സ്ഥിരമായിട്ടുള്ള ആളാണ്. അപ്പോൾ കറണ്ട് ആയിരിക്കും എന്ത് ഇവിടെ സെയിം ആയിട്ടുണ്ടാവുക. അപ്പോൾ വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും. പാരലൽ കണക്ഷൻ ആണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും കറണ്ട് ഡിഫറൻറ്റും വോൾട്ടേജ് സെയിമും ആയിരിക്കും. ഇപ്പോൾ എല്ലാം ക്ലിയർ ആയല്ലോ. സീരീസ് എന്താണ്, പാരലൽ കണക്ഷൻ എന്താണ്, അതിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെയാണ്, അവിടെ എന്തൊക്കെയാണ് വാരി ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, ഇതൊക്കെ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. കൺഫ്യൂഷനൊന്നും ഇല്ലയെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് വളരെ കഥകളിലൂടെയും അതുപോലെ ട്രിക്സൊക്കെ പറഞ്ഞു തന്നിട്ടാണ് ടീച്ചർ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇനി വീട്ടിലിരുന്ന് നല്ല രീതിയിൽ ഇതൊക്കെ ഒന്ന് ക്ലാസ്സൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ട് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. കാണാപ്പാഠം പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കേ അല്ല ഇത്. ഫിസിക്സ് എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കണം, എന്നാൽ മാത്രമേ നമ്മളുടെ മനസ്സിലത് നിൽക്കുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് പഠിച്ചതൊക്കെ വെള്ളത്തിലൊഴുക്കിയ പോലെയാവും. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ വീട്ടിലിരുന്ന് നന്നായി എന്താണ് സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ, എന്താണ് റെസിസ്റ്റർ, എന്തിനാണ് റെസിസ്റ്റർ, ഇനി എങ്ങനെ നമ്മൾ അതിനെ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ സ്വയം ഒരു റെസിസ്റ്റേഴ്സ് വരച്ചുണ്ടാക്കി എന്നിട്ട് അതിൽ കുറച്ച് കളർ കോഡ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ വാല്യൂസൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇനി ആപ്ലിക്കേഷൻ ലെവലിലുള്ള പ്രോബ്ലംസ് ആയിട്ട് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.